പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിന് എൻ്റെ വന്ദനം അറിയിക്കുന്നു. ആദ്യമേ തടസ്സങ്ങളുണ്ടായെങ്കിലും എല്ലാം ഒരു അനുഗ്രഹത്തിന് കാരണമാണെന്ന് വിശ്വസിക്കുന്നു. സത്യാൽ സ്വർഗത്തിലെ ദൈവം നീതി പ്രവർത്തിക്കുന്ന കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ പ്രാർത്ഥനാധ്വനി പ്ലാറ്റ്ഫോമിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം തെരഞ്ഞെടുക്കുന്ന വിഷയം ട്രസ്റ്റ് ഇൻ ദ ഗോഡ് എന്നുള്ളതാണ്. കർത്താവിലുള്ള ആശ്രയം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഗോഡ്, അല്ലെങ്കിൽ കെയറിംഗ് ഓഫ് ഫോർ ഗോഡ്, ഹൂ ഈസ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ് അതെന്ന വിഷയത്തെക്കുറിച്ച് അത് അല്പസമയകാലം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസൻ ഈ വിഷയം എനിക്ക് തന്നു. അത് ഞാൻ തയ്യാറാക്കി വെച്ച ചെറിയ ഒരു സബ്ജക്ട് നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ പ്രസ്താവിച്ച് ഇരുപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോട് ദൈവസ്ഥനായിരിക്കണം. ദൈവാശ്രയം. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 31-ാം സങ്കീർത്തനം അതിന്റെ 19-ാം വാക്യം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വിലയേറിയതാകുന്നു. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവാശ്രയം എന്ന വാക്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. സങ്കീർത്തനം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 41 ആശ്രയം എന്ന ശബ്ദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാശ്രയം എന്ന വിഷയം ഹല്ലേലൂയ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത് ദാവീദ് തന്നെയാണ്. സങ്കീർത്തനം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ആശ്രയമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. എല്ലാ മനുഷ്യനും ആശ്രയം ആവശ്യമാണ്. നമ്മൾ വിചാരിക്കുക ഏത് മനുഷ്യനും ആവശ്യമാണ്. നന്മ ചെയ്യുവാൻ പറ്റാത്തപ്പോൾ, നമ്മെക്കൊണ്ട് സാധ്യമാകാൻ പറ്റാത്തപ്പോൾ, അല്ലെങ്കിൽ നാം മറ്റൊരു വിഷയത്തിൽ ആശ്രയിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ആ വിഷയം നാം അവതരിപ്പിക്കുകയാണ്. കാരണം എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ നാം ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല വിഷയങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കാറുണ്ട്. നാം ലോകത്തിൽ മനുഷ്യനായി ജനിച്ചുവെങ്കിൽ ഏത് മനുഷ്യനും ഒരു ആശ്രയം ആവശ്യമാണ്. ഇസ്ലാം ആശ്രയം. അല്ലെങ്കിൽ ഒന്നിലൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ ഒരു ആശ്രയമാണ്. ഹല്ലേലൂയ. മക്കൾ പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ അവര് ഒരു ആശ്രയമാണ്. കാരണം ആ സ്ഥാനത്തെല്ലാം നമുക്കൊരു സഹായം ആവശ്യമാണ്. എന്നാൽ മനുഷ്യൻ പലപ്പോഴും പറയുന്നത് ഹല്ലേലൂയ എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമില്ല, അല്ല നിന്റെ വിഷയത്തിൽ എനിക്ക് ആവശ്യമില്ല, അല്ലെ നിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അയൽക്കാരോട്, അല്ല ചുറ്റുപാടോട്, ചർച്ചിലുള്ളവരോട് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ദൈവം തന്ന ആരോഗ്യം അത് വേറെ വിഷയമാണ്. എന്നാൽ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പൊന്നും തുമ്പയുള്ളവൻ എന്നും ഒരു ഇരുമ്പും തുമ്പാട് ആവശ്യം വരും. അപ്പോൾ അവനിൽ പൊന്നും തുമ്പ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ഇരുമ്പും തുമ്പ ചിലപ്പോൾ അവന്റെ മേർലത്തിന് ആശ്രയിക്കുക ചെയ്തത്. ഇത് നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലാണ്. അല്ലെ, ഇവിടെ നമ്മുടെ വിഷയം ദൈവത്തിൽ ആശ്രയിക്കുന്ന വിഷയമാണ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. അവനുള്ള ദൈവത്തിന് കരുതൽ എന്താണ്, അവനെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്. അല്ലെങ്കിൽ അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. ഇന്ന് രാത്രി കാലം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെപ്പോഴും ഒരു കരുതൽ, കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നമുക്ക് ആവശ്യമാണ്. നാം അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. അല്ലല്ലേ, അപ്പൊ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം കർത്താവ് ആ വിഷയം പറയാനുള്ള കാരണം ചോദിച്ചാൽ അവരുടെ കർത്താവ് അല്പം മുമ്പ് തന്നെ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ട് പിരിയാൻ പോവുകയാണ്, നിങ്ങൾക്കിനി എന്നെ കാണാനായിട്ട് കഴിയത്തില്ല, കുറഞ്ഞൊന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അവർ എപ്പോഴും ആശ്രയിച്ചിരുന്നത് കർത്താവിലാണ്. കാരണം അവരുടെ ആശ്രയം മുഴുവൻ കർത്താവിലെന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിന്റെ വിഷയം വന്നപ്പോൾ കർത്താവ് അവർക്ക് ക്രമീകരണം ചെയ്തു തന്നു. കരം കൊടുക്കുന്ന വിഷയം വന്നു. ഹല്ലേലൂയ. പത്രോസ് തന്റെ കീശയിലേക്ക് കായലിട്ട് നോക്കിയപ്പോൾ പണമില്ല. വാടിയ മുഖത്തോട് കടന്നു വരുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ ചെന്ന് ഒരു മീനിനെ പിടിക്കുക, അതിന് വായിൽ ദ്രവം വെച്ചിട്ടുണ്ട്, നിനക്കും എനിക്കും വേണ്ടി കരം കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ കർത്താവിലുള്ള ആശ്രയം അവർ മനസ്സിലാക്കി. കാരണം അവർ മനസ്സിലാക്കി അവരുടെ വിഷയത്തിന് പരിഹാരമില്ല. ഞാൻ ഒരു ഉദാഹരണങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ആ മീനെ പിടിക്കാൻ പറഞ്ഞു, മീനെ പിടിച്ചു, അവന്റെ വായിൽ 2 ദ്രവം വെച്ചിട്ടുണ്ട്.
അതിനുശേഷമായിട്ട് ഈ മീനെ ആ വെള്ളത്തിൽ കൊണ്ട് കളയല്ല ചെയ്തത്. ആ മീനുമായിട്ട് പത്രോസ് അവന്റെ വീട്ടിലേക്ക് പോയി കാണും. കാരണം ചോദിച്ചാൽ അവന്റെ വീട്ടിലൊന്നും ഒന്നുമില്ല, അവന്റെ കീഴ്ചയിലും ഒന്നുമില്ല, അവന്റെ പോക്കറ്റിൽ ഒരു പൈസ പോലും ഇല്ലാത്തൊരു സ്ഥാപനം അവസ്ഥയുമാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എന്തുണ്ട്? എപ്പോഴും ഒരു സഹായകനായി കർത്താവ് കൂടെയുണ്ട്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് പറഞ്ഞ് 13-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന ജനത്തെ 14-ാം അധ്യായം 1-ാം അധ്യായത്തിൽ കർത്താവ് കാണുകയാണ്. അവരെ കണ്ടോണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, അല്ലേ? എന്നിൽ വിശ്വസിപ്പീൻ. കർത്താവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം നമ്മൾ വായിച്ച പോലെ അല്ലെങ്കിൽ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നത്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, നിന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുക നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയ. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഓർപ്പിച്ച് പറയട്ടെ, നിങ്ങളിൽ ആർക്ക് പറയാൻ കഴിയും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു നന്മ ലഭിച്ചില്ല എന്നുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിച്ചതാണ്. ഇൻക്ലൂഡിങ് മീ. ഞാൻ പ്രസംഗിക്കുന്ന എനിക്കും എന്റെ ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അനേക നന്മകൾ ലഭിച്ച ഒരു ദൈവദാസനാണ്. അനേക അനുഭവങ്ങൾ ഞാൻ ഇതിനിടയ്ക്ക് കണക്ട് ചെയ്ത് ഞങ്ങളോട് പറയാം. മുന്നോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഇവിടെ നമ്മൾ വായ്പാടയായിത്തന്നെ എങ്ങനെയാണ്? ഹല്ലേലൂയ. അപ്പോ ഉറപ്പ് കൊടുക്കുന്ന ഒരു ദൈവമാണ്. നമ്മളെ പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും, ഞാൻ അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് വിടിവിപ്പാനും, ആ ദേശത്തിന് നല്ലതും വിശാലതുമായ ദേശത്തേക്ക് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാന്യർ, ഹിത്യർ, അമോര്യർ, ഫെരിസ്ത്യർ, ഹിത്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക്. അവിടെ പറഞ്ഞിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിന്റെ കഷ്ടത കണ്ടുകൊണ്ട്, ഇസ്രായേലിന്റെ വേദന കണ്ടുകൊണ്ട്, നിലവിളി കണ്ടുകൊണ്ട്, അവരനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അവര് കർത്താവിനോട് പറയുകയാണ്, ഹല്ലേലൂയ, എന്ത് പറയുകയാണെന്നറിയാമോ? ഞാൻ നിങ്ങളെ പാലും തേനും എഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം. കർത്താവ് അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ്. കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഒരു ദൈവപൈതലിന്റെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ അവനൊരു ഉറപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ചെയ്യാം. അപ്പൊ കർത്താവ് നമ്മളെ സഹായിക്കാം, കർത്താവ് നമ്മളെ കൂടെ വരാം, അല്ലെ കർത്താവിന്റെ കൂടെ ഇരിക്കും എന്ന ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ദൈവ പൈതലിനും ഒരു വിഷയത്തിലും പതറേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന്റെ യാത്ര നമ്മൾ പഠിക്കണം. കർത്താവാണ് അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? നമ്മളെ ആശ്രയിക്കുന്നവർക്ക് ഉറപ്പ് നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. വഴി സകല ഇടത്ത് നിന്നെ കെയർ ചെയ്യാമെന്ന്. ഹല്ലേലൂയ. അവൻ നിന്നെ കനാൻ ദേശത്ത് അല്ലെങ്കിൽ യെബൂസ്യരുടെ ദേശമായ ഹല്ലേലൂയ അല്ലെങ്കിൽ മറ്റുള്ളവർ ഭരിച്ചുകൊണ്ടിരുന്ന പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്ത് കൊണ്ടുപോകാമെന്ന് അരുളി ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യഹോവയായ ദൈവമാണ് അവരോട് ഉറപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ചെങ്കടലാണ്. 14-ാം വാക്യമാണ് വായിക്കുന്നത്. പുറപ്പാട് പുസ്തകം 14-16 നമ്മൾ വായിക്കുന്നത്. അതിന് 16-ാം വാക്യം 31-ാം വാക്യം വായിക്കണം. 16-ാം വാക്യം. മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി. മോശയോട് പറഞ്ഞ ഹല്ലേലൂയ പറയാം, നിന്റെ വടി നിന്റെ കയ്യിലെടുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്യുക? വിഭാഗിക്കുക. അതിന് 31-ാം വാക്യം 31-ാം വാക്യം. യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേലിയരെ കണ്ടു. യഹോവ മിസ്രൈമ്യർക്ക് ചെയ്ത ഈ വലിയ പ്രവൃത്തി ഇസ്രായേലിയർ കണ്ടു. കാരണം സംഭവം നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. കാരണം മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ പുറയിൽ ഫറവോൻ, മുമ്പിൽ ചെങ്കടൽ, രണ്ട് സൈഡും അല്ലെ ഉയരമേറിയ ഹല്ലേലൂയ കൊടുമുടികൾ. അവന്റെ മധ്യത്തിൽ അവരായിരിക്കുമ്പോൾ അവർ ദൈവത്തോട് എന്ത് ചെയ്തു? അപ്പൊ ദൈവമാണ് ഉറപ്പ് കൊടുത്തത്, നിങ്ങൾ എവിടെ എത്തിക്കാമെന്ന്? കനാൻ ദേശത്ത് എത്തിക്കാമെന്ന്. പാലും തേനും ഉറപ്പ് കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു തന്നെ, യഹോവയായ ദൈവം തന്നെ ഉറപ്പ് കൊടുത്തത്. അതുകൊണ്ട് എന്തിനു വേണ്ടി ചഞ്ചലപ്പെടണം? നീ വടിയെടുക്ക്. മോശയോട് പറഞ്ഞത് നിന്റെ വടി നീ കയ്യിലെടുക്കുക. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനു ചഞ്ചലപ്പെടും? നീ അവരുടെ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. വെള്ളമായിരുന്നു പ്രശ്നം. ഹല്ലേലൂയ. വെള്ളത്തെ നമ്മളിവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, വടിയെ അങ്ങോട്ട് അടിച്ചു. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്ന അവർ ഉണങ്ങിയ നിലത്ത് കൂടി എന്ത് ചെയ്തെന്നാ പോയിരിക്കുന്നത്? ഡ്രൈ റോഡ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ. ഈ വഴി ഹല്ലേലൂയ ഇതിനു മുമ്പേ അവിടെ റെഡി ആയിരുന്നു അല്ലയോ? വെള്ളം കിടക്കുന്ന പ്രദേശത്ത് എപ്പോഴും ചെള്ളയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ
കിച്ചിട് ഭറാവുക തിരയുക, അല്ലെങ്കിൽ അവിടെ എപ്പോഴും എന്ത് ചെയ്യാൻ അഴുക്കും ചെളിയും കല്ലും പാറയും മണ്ണുമായിരിക്കും. വെള്ളമാണ്, വർഷങ്ങളായി കിടക്കുന്ന വെള്ളമാണ്. എന്നാൽ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരെ ഉണങ്ങിയ നിലത്ത് കൂടി നടത്തുവാനിടയായി തീർന്നു. നോക്കണം, ദൈവം തരുന്ന ഉറപ്പിൽ ഒന്നാമത് ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ വരുന്ന ചെങ്കടലാകുന്ന പ്രതിസന്ധിക്ക് ഹല്ലേലൂയ അവൻ ഒരു പരിഹാരം വരുത്തിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ കരുതുന്ന ഒരു ദൈവമാണത്. രണ്ടാമതാണ് വായ്പടയായി തീർന്നത്. അടുത്ത സ്റ്റെപ്പ് ഇവിടെ വരുന്നത് 15-ാം അധ്യായം 24-ാം വാക്യമാണ് വരുന്നത്. അവർ മാറായിലേക്ക് അവിടെ കടന്നു വന്നു. ഹല്ലേലൂയ. അവിടെ കടന്നു വന്ന സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ആ ദേശം എഫീദീം എന്ന പ്രദേശത്തേക്ക് അവർ കടന്നു വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തു? ഒരു ഉറവ കണ്ടു. ഉറവയിൽ ചെന്ന് വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ ഹല്ലേലൂയ കൈപ്പേറിയ അനുഭവമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. വെള്ളം കൈക്കുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആശ്രയിക്കുന്നവർക്ക് എന്ന് സുഖമായിരിക്കുന്നു എന്നും കരുതരുത്. പ്രതിസന്ധിയുണ്ട്, കൈപ്പിന്റെ അനുഭവമുണ്ട്, ഹല്ലേലൂയ ചെങ്കടലിന്റെ അനുഭവമുണ്ട്. ഇത് ദൈവത്തെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിക്കുള്ള കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. എന്ത് ചെയ്തു? കൈപ്പേറിയ അനുഭവം കടന്നു വന്നു. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ വായ്പയുടെ ഇങ്ങനെയാണ് എന്ത് ചെയ്തു? അപ്പോൾ പറഞ്ഞു, അതിന് 16-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. 15-26 വാക്യം. 15-26 ഒരു വടി വെട്ടി എന്ത് ചെയ്യുക? 6 ദിവസം നിങ്ങൾ അത് അതിലെ മുമ്പത്തെ വാക്യങ്ങൾ 12-ാം വാക്യം ഇരിക്കുന്ന ഒരു കമ്പ് വെട്ടി നീ എവിടെടാ? പ്രൈസിലോ ആ വെള്ളത്തിലേക്കിട്, അതിനെ മധുരമാക്കി തീർക്കും. പ്രൈസിലോ. നോക്കണം, മാറായെ നമുക്ക് മധുരമാക്കി തരുന്ന ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവന്റെ കൈപ്പേറിയ അനുഭവത്തെ അത് മധുരമാക്കി തരുന്നതാണ്. എനിക്ക് ശബ്ദം കേൾക്കുന്ന ഏകരുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൈപ്പേറിയ അനുഭവം. ഹല്ലേലൂയ. സഹോദരന്മാരിൽ നിന്ന് കൈപ്പേറിയ അനുഭവം, കുടുംബത്തിൽ നിന്ന് കൈപ്പേറിയ അനുഭവം, സഭയിൽ നിന്ന് കൈപ്പേറിയ അനുഭവം, ജോലി സ്ഥലത്ത് കൈപ്പേറിയ അനുഭവം. ഹല്ലേലൂയ. കടന്നു വരുമ്പോൾ അവിടെ നിനക്ക് വേണ്ടി ഹല്ലേലൂയ മാറായെ മധുരമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമത്തെ അവരുടെ പ്രശ്നം അതാണ്, പ്രതിസന്ധി ഇതായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് കഴിക്കാൻ 16-12 വാക്യമാണ് വായിക്കുന്നത്. ആഹാരത്തിന്റെ പ്രശ്നം കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ പട്ടിണി കിടാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുക്കുന്ന അനുഭവം ഹല്ലേലൂയ കടന്നു വരുവാനിടയായി തീർന്നു. പിറുപിറുപ്പാണ്. ഹല്ലേലൂയ. അവരുടെ നോക്കണം, ദൈവം ഉറപ്പ് കൊടുത്തെങ്കിലും നമുക്ക് പലപ്പോഴും ഇതാണുള്ളത്. ഹല്ലേലൂയ. വിശ്വാസം എന്നതും ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമെന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. നമുക്ക് ഉറപ്പുണ്ട്, നടത്തുമെന്ന് അറിയാം, അല്ലേലും എനിക്കറിയാം പ്രൈസിലോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് കിടത്തില്ല. എന്നാൽ മാറായെ മധുരമാക്കിയ ദൈവം ഹല്ലേലൂയ ഭക്ഷണത്തിന്റെ വിഷയം അവർക്ക് കടന്നു വന്നു. അവരെ പിറുവിറുക്കാനായിട്ട് തുടങ്ങി. നമ്മൾ 16-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 4-ാം വാക്യം വായിച്ച് 16-ാം 4-ാം വാക്യം ആദ്യം വായിച്ചാൽ, യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കാൻ. ഇവിടെ പരീക്ഷയാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആശ്രയിക്കുന്ന ഒരു പരീക്ഷയുണ്ട്. ഒന്നാമത്തെ ചെങ്കടൽ പരീക്ഷ, രണ്ടാമത്തെ ഹല്ലേലൂയ പരീക്ഷ മാറായുടെ അനുഭവം, മൂന്നാമത്തെ അതിന്റെ ഭക്ഷണത്തിന്റെ വിഷയം വന്നു. ഞാൻ അവരെ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ പോകണം. ഹല്ലേലൂയ. നമ്മൾ അതിന്റെ 12-ാം വാക്യം വായിക്കുന്നത് അവർക്ക് ആകാശത്തിൽ 12-ാം വാക്യം വായിച്ചാണ്. 12-ാം വാക്യം, യഹോവ മോശയോട് ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ പിറുവിറുപ്പ് ഞാൻ കേട്ടിരിക്കുന്നു. നീ അവരോട് സംസാരിച്ച് നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും. ഭക്ഷണത്തെ വിഷയം വന്നു. മന്ന കൊടുത്തു. ഹല്ലേലൂയ. കൊത്തമ്പാലരി പോലെയും തേൻ കൂട്ടിയ ദോശ പോലെയും ഹല്ലേലൂയ ഇത്ര സ്വാദേറിയ ഭക്ഷണം ഹല്ലേലൂയ അവർക്ക് കർത്താവ് കൊടുപ്പാനിടയായി 40 നീണ്ട വർഷക്കാലമാണ് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, ഭക്ഷണത്തിന് ക്രമീകരണം ചെയ്തു. അതിനുശേഷം വീണ്ടും പിറുപിറുപ്പ് തുടങ്ങി. ഹല്ലേലൂയ. എപ്പോഴും അവർക്ക് അതേ ഉള്ളൂ. അടുത്ത പിറുപിറുപ്പ് ഇതായിരുന്നു. ഞങ്ങൾക്ക് ഇറച്ചി ആര് തരും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്ക് അരിയെ ഇരിക്കുന്നത് ഓർക്കുന്നു, കഴിച്ചെന്ന് അവർ പറയുന്നില്ല. മിസ്രയീമിലെ ഹല്ലേലൂയ ഇറച്ചിക്കലങ്ങൾക്ക് അരിയെ ഇരുന്നത് ഞങ്ങൾ ഓർത്തുന്നു. അവരന്നേരം തിന്നുകൊണ്ടിരുന്നത് ഹല്ലേലൂയ മത്തങ്ങയായി വല്ല ചിറ്റുള്ളിയും ഹല്ലേലൂയ അങ്ങുള്ളതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറച്ചി ഉണ്ടാക്കും, മിസ്രയീം കഴിക്കും. ഹല്ലേലൂയ. എന്നാൽ ഇവന് കറങ്ങലർത്തി മണം പിടിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. എന്നാൽ നമ്മൾ വായിക്കുന്നത് 74-ാം സങ്കീർത്തനം അതിന് 14-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. 74-ന്റെ 14-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ മിഥ്യാന്റെ തലയെ തകർത്ത് ലിവ്യാഥാന്റെ തലയെ തകർത്ത് മരുവാസികളായ ജനത്തിന്
ആഹാരം കൊടുത്തു. ഹല്ലേലൂയ. തിമിംഗലം, ഹല്ലേലൂയ. സമുദ്രത്തിലെ മകർമച്ച്, ഹല്ലേലൂയ, ഏറ്റവും വലിയ മത്സ്യത്തിന്റെ, ഹല്ലേലൂയ, അവിടെ വെച്ച് കർത്താവ് നമ്മളെ അവന്റെ തല തകർത്ത്, ഹല്ലേലൂയ, അതിനെ പക്ഷിയാക്കി രൂപാന്തരപ്പെടുത്തി, ഹല്ലേലൂയ. മിസ്രയീം ഇനിയും 16-4 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം ഭക്ഷിപ്പിക്കും, ജനം എന്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന്. 12-ാം വാക്യം 6-12. നീ അവരോട് സംസാരിച്ചു, നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും. നിങ്ങൾ വൈകുന്നേരത്ത് മാംസം തിന്നും. ലിവ്യാന്റെ സങ്കീർത്തനത്തിൽ പറഞ്ഞ ലിവ്യാദാന്റെ തലയെ തകർത്ത് അതിനെ പക്ഷിയാക്കി രൂപാന്തരപ്പെടുത്തി, ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്തു? അവരുടെ സന്ധ്യയായപ്പോൾ അവർ കൂടാരത്തിന് മേൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇഷ്ടംപോലെ ഭക്ഷിക്കുവാൻ, ഹല്ലേലൂയ. നോക്കണം, ഹല്ലേലൂയ. വഴിയാത്രയിൽ കരുതുന്ന ഒരു കർത്താവാണ് എന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആവശ്യങ്ങളിൽ കരുതുന്ന ദൈവം, നിന്റെ പ്രതിസന്ധികൾ നിന്നെ കരുതുന്ന കർത്താവ്, ഹല്ലേലൂയ. നിന്റെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നെ കരുതുന്നൊരു കർത്താവ്, ഹല്ലേലൂയ. നിന്റെ ഭക്ഷണ വിഷയത്തിൽ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തോട് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ കരുതുന്നൊരു കർത്താവ്, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് നൽകി തരുന്ന ഒരു നല്ല കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ അനുഭവം ഞങ്ങൾ ഓർപ്പിച്ച് പറയട്ടെ. അനുഭവം കൂടി പറയുമ്പോൾ നിങ്ങൾ വിശ്വാസമാകുമല്ലോ. ജമ്മു കാശ്മീരിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ജമ്മു കാശ്മീരിന് അതിർത്തി പ്രദേശമായ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കിഷ്ട്വാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ എന്റെ കൂടെ ഒരു പഞ്ചാബി സഹോദരൻ കർത്താവിന്റെ വേല ചെയ്യുകയാണ്. ഞങ്ങൾ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അയച്ചു വീഴുന്ന പ്രദേശമാണ്. 5 അടി 6 അടി 8 അടി അയച്ചു വീഴുന്ന പ്രദേശമാണ്. ഞങ്ങൾക്ക് ക്യാപ്റ്റൻ എം സാമുവൽ സപ്പോർട്ട് അയച്ചിട്ടുണ്ട്, ഹല്ലേലൂയ. പക്ഷേ അത് വഴി യാത്രയിൽ എവിടെയോ തളർന്നിരിക്കുകയാണ്. അന്ന് 150 രൂപയാണ് നമുക്ക് സപ്പോർട്ട് വരുന്നത്, ഹല്ലേലൂയ. അന്ന് ഞങ്ങളിങ്ങനെ വിഷമിച്ച് പട്ടിണിയോട് 3 ദിവസമായി ഒന്നും കഴിച്ചിട്ട് ആഹാരമില്ല, ഹല്ലേലൂയ. ഞങ്ങളുടെ സ്റ്റൗ വിശ്വാസത്താൽ കത്തുമായിരുന്നു. പ്രാർത്ഥിച്ച് സ്റ്റൗ ഓൺ ചെയ്യും, അല്ലെ അത് കത്തും, വെള്ളം ചൂടാവും, സ്റ്റൗ ഓഫ് ആവും. 3 days 3 ദിവസം അങ്ങനെ ചെല്ലിക്കുകയാണ്. 3-ാം ദിവസം അല്ലെങ്കിൽ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഞങ്ങൾ മുളക് വെള്ളം വരെ കലക്കി കുടിച്ച അനുഭവങ്ങളുണ്ട്. കാരണം അത്രത്തോളം വിശപ്പ്. കാരണം 4 സൈഡും ഐസ് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ എന്റെ കഥവിൽ ഒരാൾ വന്ന് മുട്ടുന്നുണ്ട്. പ്രൈസിലോ ചെന്ന് നോക്കിയപ്പോൾ, ഹല്ലേലൂയ, അവിടുത്തെ ഒരു ബ്രാഹ്മണൻ, ഹല്ലേലൂയ, ഗെയിംരാജ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഒരു യൗവനക്കാരൻ, ഹല്ലേലൂയ, പറഞ്ഞു, ഞാൻ എന്റെ തോട്ടത്തിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഏതാണ്ട് പറഞ്ഞു. പല പ്രാവശ്യം അവരെ വഴിയാത്ര ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ടാക്സ് അവന് കൊടുത്തിട്ടുണ്ട്. ഒരു കാശ്മീർ പണ്ഡിതന്റെ മോനാണ്. അവൻ പറഞ്ഞു, എന്റെ തോട്ടത്തിൽ ഞാൻ നിൽക്കുകയായിരുന്നു, എന്നോട് ആരോ പറഞ്ഞു നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുതരാൻ. ഒരു കുപ്പി മണ്ണെണ്ണ, ഒരു ഫൂൾഗോവി, അതിന്റെ ഇല, കുറച്ച് പച്ചമുളക്, 1 കിലോ 1.5 കിലോളം ഉള്ള പിന്നെ ചോളത്തിന്റെ പൊടി ആയിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇത് തരാൻ പറഞ്ഞു. അവൻ തന്നു, പുരിച്ചു പോവുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം കരുതുന്ന ഒരു കർത്താവാണ്, ഹല്ലേലൂയ. ഈ കർത്താവിനെ ഒരു തലമുടി നാരുകനത്ത് പോലും അവിശ്വസിപ്പാൻ ഇന്ന് വരെ ഇടയാക്കിയിട്ടില്ല, ഇനി മേലിൽ ഞാൻ ഇടയാക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം പറയുമ്പോൾ, എന്റെ കൂട്ടുവേലക്കാർ എന്നോട് പറയുമ്പോൾ ഞാനോട് പറയാം, നിങ്ങൾ വിശ്വസിക്ക്, ദൈവ പ്രവൃത്തി കാണും, നിങ്ങൾ പ്രാർത്ഥിക്ക്, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്ക്, ദൈവം നമുക്ക് ക്രമീകരണം ചെയ്യും. ഇന്ന് വരെയൊക്കെ ദൈവം അങ്ങനെ നടന്നു. എന്റെ കൂട്ടുവേലക്കാരോട് ഞാൻ ഇത് പറയാറുണ്ട്. 42 ദൈവദാസന്മാര് കൂടെ നിന്ന് കർത്താവിന് വേല ചെയ്യുന്നുണ്ട്. 52 സഭകൾ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. കർത്താവിന്റെ സഭയാണ്. അപ്പോൾ അവരോട് ഞാൻ എപ്പോഴും പറയുന്നു, ഉറപ്പിന്റെ വാക്ക് അവർക്ക് കൊടുക്കും, പ്രാർത്ഥിക്കാൻ പറയും. അവരും പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും. അവർ ഏത് വിഷയത്തിന് പരിഹാരം ഉണ്ടാവണം. ഇന്ന് പകൽ, ഇന്ന് രാത്രി കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കും, ഇങ്ങനെയാണ് ദൈവത്തിൽ നാം ആശ്രയിക്കുക. അപ്പോൾ നോക്കണം, കാടകളെ കൊടുക്കുവാൻ ദൈവം തിമിംഗലത്തിന്റെ തലയെ തകർത്തുകൊണ്ട്, ഹല്ലേലൂയ, ലിവ്യാതാന്റെ തലയെ തകർത്തുകൊണ്ട് ഇസ്രായേലിന് ഭക്ഷണം കൊടുത്ത ക്രമീകരണമാണ്. അതാണ് സ്വർഗത്തിലെ ദൈവം. ഉറപ്പ് തന്ന ദൈവം, ഹല്ലേലൂയ. പോറ്റാനും ഉറപ്പ് നമുക്ക് ആ പോറ്റി പുലർത്തുന്ന ദൈവമാണ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവർ മുകളിൽ ലജ്ജിച്ചു പോയിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ നോക്കി ഇറങ്ങിയിരിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അതാണ് ശിഷ്യന്മാർക്ക് കർത്താവ് ഉറപ്പ് കൊടുത്തത്. അങ്ങനെയാണ് ഇവിടെ അടുത്ത് വായിക്കുന്നത്, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 17-6 വാക്യമാണ്. വെള്ളത്തിന്റെ വിഷയം വന്നു. ഹല്ലേലൂയ. അവരുടെ ആരംഭം മുതലേ അവർക്ക് വെള്ളമാണ് പ്രശ്നം. ഹല്ലേലൂയ. ചെങ്കടലാകുന്ന വെള്ളം, മാറയാകുന്ന വെള്ളം, ആ മാറയിലെ വെള്ളം, അപ്പുറം ഇപ്പം അടുത്ത വെള്ളത്തിന്റെ പ്രശ്നം, കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നിരിക്കുകയാണ്. ഇപ്പം പ്രശ്നമോ, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ല, ഞങ്ങളെ മരുഭൂമിയിൽ ഞങ്ങളുടെ മൃഗങ്ങളെ കൊല്ലുവാൻ കൊണ്ടുവന്നിരിക്കുന്നു, പിറുവിറുക്കുവാൻ തുടങ്ങി. ഇത്രയും കണ്ടിട്ടും വിശ്വസിക്കാത്ത ജനം, ഇത്രയും ചെയ്തിട്ടും
വിശ്വസിക്കാത്ത ജനം. നമുക്ക് ഇങ്ങനെ അല്ലേ? ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും കർത്താവിലുള്ള വിശ്വാസം ഉണ്ട് 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 എന്ന് പറയും. ഹല്ലേലൂയ. അവൻ ആശ്രയം കുറയുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. അതിന് കാരണം ഞാൻ പറയാം. ഹല്ലേലൂയ. നമുക്ക് ഒക്കെ പണ്ട് അസുഖങ്ങൾ വന്നാൽ, എൻ്റെ അമ്മയുടെ അനുഭവം, പാസ്റ്റർജിയുടെ പിന്നെ പ്രാർത്ഥനാ ധ്വനിയുടെ ആദ്യത്തെ ഇതിൽ കൈയെഴുത്ത് പ്രതിയായിരിക്കുമ്പോൾ എൻ്റെ മാതാവ് എഴുതിയതാണ് ആ പ്രാർത്ഥന, ആ വിഷയം എഴുതിയതാണ്. അതിലോ പാസ്റ്റർക്കറിയാം, പാസ്റ്റർ ബെൻസൺ ദാനിൽ പാസ്റ്റർക്കറിയാം. ആദ്യത്തെ എൻ്റെ അമ്മയുടെ സാക്ഷ്യം ഇതായിരുന്നു. ഹല്ലേലൂയ. അവനെ അന്ന് രോഗം വന്നാൽ ഹല്ലേലൂയ അമ്മയുടെ പുറത്ത് ഒരു പരു വരുവാനിടയായി തീർന്നു. ഈ പരു എന്ത് ചെയ്തു? വളരെ ഇതായി തീർന്നു. ഡോക്ടർമാർ പറഞ്ഞ ക്യാൻസറാണ്. ഒരു ക്യാൻസറിനെ ചികിത്സിക്കാനൊന്നും അന്ന് പൈസ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. പ്രൈസലോ. അല്ല, ചെറിയ രീതിയിൽ പോകുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു. അന്നത്തെ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അങ്ങ് ആശ്രയിക്കുകയാണ്. പ്രൈസലോ. അമ്മ ഒരു 7 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടി അമ്മ അങ്ങിരുന്നു. പ്രൈസലോ. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അമ്മ 7 ദിവസം ഉപസിപ്പാണ്ടേയായി തീർന്നു. 1-ാം ദിവസമായി, 2-ാം ദിവസമായി, 3-ാം ദിവസമായി. ഹല്ലേലൂയ. ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോയി. 6 ദിവസമായി അതിഭയങ്കരമായ വേദനയാൽ ഭാരപ്പെടുകയായി തീർന്നു. ഹല്ലേലൂയ. 7-ാം ദിവസത്തെ രാവിലെ അമ്മ പ്രാർത്ഥന കഴിഞ്ഞിരുന്നപ്പോൾ ഹല്ലേലൂയ അമ്മ വയ്ക്കുന്നിടയായി തീരുന്നു. ഇങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ഇങ്ങനെയാണ്, മോനെ, ആ പരു ഹല്ലേലൂയ ആ ഭാഗത്തുള്ളതായിട്ട് പോലും അറിയത്തില്ല. അത് പൊട്ടി ഒഴുകി അത് എതിലേ പോയി എന്നറിയത്തില്ല. കാരണം കംപ്ലീറ്റ് ഹീലായി. എൻ്റെ അമ്മ ഈ കഴിഞ്ഞ വർഷമാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയായി തീർന്നത്. അന്ന് പറയാനുള്ള കാരണം എന്താണ്? എൻ്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞു, മോനെ, അന്നൊരു വിഷയം വന്നാൽ ഹല്ലേലൂയ ദൈവത്തിലങ്ങ് ആശ്രയിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നൊരു വിഷയം വന്നാൽ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റലുകാർ ചോദിക്കുന്നത് മെഡിക്കൽ ക്ലെയിം ഉണ്ടോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അതിനനുസരിച്ച് അവർക്ക് ബില്ല് ഇടുകയും ചെയ്യണമല്ലോ. ഇവിടെ വായ്പ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഹല്ലേലൂയ, ഇന്ന് നാം ദൈവത്തിനേക്കാൾ കൂടുതൽ മരുന്നിലും ഹല്ലേലൂയ മരുന്നിന്റെ ഡോക്ടറിലുമാണ് നമ്മുടെ ആശ്രയം കൊള്ളും. മാത്രമല്ല നമ്മുടെ പണത്തിലാണ് നാം ആശ്രയിക്കുന്നത്. ദൈവം വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ കർത്താവായ യഹോവയിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നാം കർത്താവിൽ ആശ്രയിക്കണം. ഇവിടെ ഇപ്പൊ അടുത്ത വിഷയം വന്നിരിക്കുകയാണ്. ഇസ്രായേലിന് ചെങ്കടൽ വെള്ളത്തിന്റെ വിഷയം വന്നിരിക്കുകയാണ്. മോശയോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറയവിടെയായി തീർന്നത്. 17-ാം വാക്യമാണ്. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. അവിടെ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ആ പാറ നേരെ തീ പുറപ്പെടുന്ന ചീക്കൽപ്പാറയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ അതിൽ അടിച്ചാലോ കൽപ്പിച്ചാലോ തീ പുറപ്പെടുന്ന പാറയിൽ നിന്ന് ഹല്ലേലൂയ ഇസ്രായേലിൽ വെള്ളം ചാടി പുറപ്പെട്ടു. അവർ ഹല്ലേലൂയ, ഞാൻ വചനം പഠിച്ച് എനിക്ക് മനസ്സിലായ കാര്യം പറയാം. ഹല്ലേലൂയ. വേറെ മറ്റുള്ള പുസ്തകങ്ങളോ ഒന്നും പഠിച്ചതല്ല. അവർ കനാൻ ദേശത്ത് എത്തുന്നത് വരെ ഹല്ലേലൂയ അവരെ അനുഗമിച്ച ഹല്ലേലൂയ ഒരു വാട്ടർ സപ്ലൈ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രയോ കരോടോ രൂപ കൊടുത്താൽ ഹല്ലേലൂയ, എത്രയോ കണക്കിന് ഡോളറുകൾ കൊടുത്താൽ പണി തീരാത്ത ഒരു പൈപ്പ് ലൈൻ പണിയാണ് കർത്താവ് ചെയ്തത്. പ്രൈസ്. കൂടാരത്തിൽ അവിടെ എവിടെ കുഴിച്ചാലും അവർക്ക് വെള്ളമായിരുന്നു. പ്രൈസ് ലോ. അവിടെ ചെല്ലുന്നതും വരെയും അവരെ പോറ്റിപ്പുള്ള ദൈവമാണ്. ആ ചീക്കൽ പാറയിൽ നടിച്ച വെള്ളം അവരെ ഹല്ലേലൂയ അവർ കനാൻ ദേശത്തും വരെയും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ലോ. നോക്കണം ദൈവത്തിന്റെ കരുതൽ. ഉറപ്പ് തന്നവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. ഉറപ്പ് തന്ന ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ്. ഉറപ്പ് തന്ന ദൈവം നമ്മളെ ഹല്ലേലൂയ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്ന ദൈവമാണ്. എന്നാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, അവനോട് മത്സരിച്ചതായ പുറപ്പെട്ടതിൽ യോശുവയും കാലേബും ഒഴികെ ആരും അന്ന് പുറപ്പെട്ടതിൽ അവർ കനാൻ ദേശത്ത് ചെന്നില്ല. കാരണം വഴിയിൽ അവർ നഷ്ടപ്പെട്ടു പോയി. മൂസയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ജനത്തിന്റെ പിറുപിറുപ്പ് മുഖാന്തരം ഹല്ലേലൂയ മോശയ്ക്ക് ഹല്ലേലൂയ ദൈവസന്നിധി കനാൻ ദേശം കാണാൻ ദൂരെ നിന്ന് കാണാനേ കഴിഞ്ഞുള്ളൂ, എത്തുവാൻ കഴിഞ്ഞില്ല. ദൈവമേ, നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകരുത്. മുന്നോട്ട് കടന്നു വരട്ടെ. അടുത്തത് നമ്മൾ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന് ഉറപ്പ് കൊടുത്തു. ഹല്ലേലൂയ. നിന്നെ ഹല്ലേലൂയ ഞാൻ കാണിപ്പാൻ ദേശത്ത് നീ കടന്നു പോവുക. 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്, വായിക്കുന്നില്ല. അതിൽ 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 12-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഇത് കർത്താവ് കൊടുത്ത ഉറപ്പാണിത്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു വലിയ ജാതിയാവും. നീ പുറപ്പെട്ടു ധൈര്യത്തോട്. ഹല്ലേലൂയ. നാം കർത്താവിനെ നോക്കി അങ്ങോട്ട് പുറപ്പെട്ടായിട്ട് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ അനുഭവമാണ്, എന്റെ ജീവിതത്തിലെ അനുഭവങ്ങളായി പറയുന്നത്. കാരണം കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഇതുവരെ ലജ്ജിപ്പിച്ചില്ല.
ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനായി ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ എല്ലാം ഉള്ളവനായി ഇപ്പോൾ ഞാൻ ദൈവസന്നിധിയിലായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആഗ്രഹിക്കുന്നത് നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ദൈവം എന്നെ നടത്തിയ ദൈവമാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, ഞാൻ നിന്റെ പേർ വലുതാക്കാം, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കാം, നീ അനുഗ്രഹിക്കാം, ഞാൻ അനുഗ്രഹിക്കാം. ഇത് ദൈവം കൊടുത്ത ഉറപ്പാണ്. എന്നാൽ മരുഭൂമി യാത്ര അല്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായ്പടിയായി. 13-ാം വാക്യത്തിൽ 12-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് ചെയ്യുന്നു? അവന് അല്പമായ ക്ഷാമം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ മിസ്രൈമിലേക്ക് കടന്നുപോയി. വഴിയാത്ര എന്തുണ്ട്? ക്ഷാമമുണ്ട്. വഴിയാത്ര വെള്ളത്തിന്റെ പ്രശ്നമുണ്ട്. വഴിയാത്ര കയ്പിന്റെ അനുഭവമുണ്ട്. വഴിയാത്ര ഹല്ലേലൂയ നമുക്ക് പ്രതിസന്ധികളുണ്ട്. ഹല്ലേലൂയ. നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടന്നിരിക്കത്തില്ല. നമ്മൾ പത്രോസിനെ വായിക്കുന്നത്, തത്സമയത്താണ് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈപ്പിയിൽ താണിരിപ്പീൻ. ദൈവത്തിന് അങ്ങനെയാണ് പത്രോസ് പറയുന്നത്. അപ്പൊ ദൈവകരങ്ങളിലേക്ക് നാം താണിരുന്ന് കൊടുക്കണം. അപ്പൊ വഴിച്ചതി നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ക്ഷാമം കടന്നു വന്നു. അബ്രഹാം നേരെ റൂട്ട് മാറ്റി, ദർശനം മാറ്റി. ഗൈഡിൽ നിന്ന് അവനെ കാണിച്ചു കൊടുക്കാൻ ഒരു വഴിയാത്രക്കാരൻ അവന് മുമ്പിൽ കടന്നു പോകുന്നുണ്ട്. ഗൈഡ് കടന്നു പോകുന്നുണ്ട്. ഗൈഡിൽ നിന്ന് അവൻ മാറി. ഹല്ലേലൂയ. അല്പം ക്ഷാമം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് ചെയ്തു? അവൻ അവിടെ ധനികനായി തീർന്നു. 13-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. 12-13. നീ എന്റെ സഹോദരി എന്ന് പറയാം. 12-10 വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നപ്പോ അബ്രഹാം ഇസ്രായേലിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. പിന്നെ അവിടെ വായിക്കുന്നത് അബ്രഹാം ഇസ്രായേലിലേക്ക് അയക്കാൻ കാരണം ആ ഭാഗം നിങ്ങൾ ഇവിടെ നിന്ന് വായിച്ചാൽ മതി. അബ്രഹാം ഇസ്രായേലിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. കള്ളം പറയേണ്ടി വന്നു. മൂന്നാമത്തെ ഭാര്യ ഹല്ലേലൂയ വിഷയത്തിൽ പ്രശ്നമുണ്ടായി. അവൻ ധനികനായി തീർന്നു. അവന് സമ്പത്തൊക്കെ കിട്ടി. പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇസ്ഹാക്കിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ കാണിപ്പാലിക്കുന്ന ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്ന ദേശമാണ്. അവിടേക്കാണ് നീ പോകേണ്ടത്. ഹല്ലേലൂയ. ലോകത്തിൽ ഹല്ലേലൂയ നാം പണക്കാരാകും. ഹല്ലേലൂയ. ലോകപരം ഇറങ്ങിയാൽ നമ്മൾ പണക്കാരാകാം. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്ന വാഗ്ദത്തമായിരിക്കില്ല. ഹല്ലേലൂയ. നിർബന്ധിച്ചാൽ നിനക്ക് ഇസ്മായേലും ഹല്ലേലൂയ ഹല്ലേലൂയ കാത്തിരുന്നാൽ ഇസ്ഹാക്കിനെയും തരുന്ന ദൈവമാണ്. അതാണ് ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുവാൻ ഇങ്ങനെയാണ്. മിസ്രൈമിലേക്ക് അവൻ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ വായ്പടിയായി തീർന്നത് അവന് മനസ്സിലായി. ഹല്ലേലൂയ. അവൻ ചെയ്ത് തെറ്റാണ്. അവന്റെ വിഷയങ്ങൾ പരിഹാരം ഉണ്ടാകണം. 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ മടങ്ങി തനിക്ക് ആദ്യം കൂടാരമുണ്ടായിരുന്ന ബേഥേലിലേക്ക് താൻ മടങ്ങി വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവാശ്രയം വിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ധനത്തിൽ നീ ആശ്രയിച്ചാൽ ഹല്ലേലൂയ, മനുഷ്യരിൽ നിന്ന് ആശ്രയിച്ച് നീ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ എവിടേക്ക് മടങ്ങി വരണം? എവിടുന്നാണ് ഇന്ന് ഡിസ്കണക്ട് ആയത്? ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള യാത്രയിൽ ഹല്ലേലൂയ എവിടുന്നാണ് ഹല്ലേലൂയ നിന്റെ വഴി യാത്ര ഹല്ലേലൂയ മുടങ്ങിപ്പോയിരിക്കുന്നത്? ഹല്ലേലൂയ ലോകത്തിലേക്ക് നീ എവിടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്? ഹല്ലേലൂയ അവിടേക്ക് നീ മടങ്ങി വരുവാൻ ദൈവമുടെയായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവസേന നമ്മൾ അങ്ങനെയാണ് കാണുവാനായിത്തീരുന്നത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി. മടങ്ങി അവൻ ബേഥേലിലേക്ക്, മുമ്പേ അവന്റെ കൂടാരമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായ്പയായി തീർന്നത് ഹല്ലേലൂയ അബ്രഹാമിന് ദൈവം കൊടുത്ത ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവശില്പിയായതും ഇബ്രാഹിമിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവശില്പിയായതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നുകൊണ്ട് കൂടാരങ്ങളിൽ കാത്തിരുന്നുകൊണ്ട് കൂടാരം നീക്കി 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 തന്റെ വാഗ്ദത്ത ദേശം വരെയും എത്തുവാനിടയായി തീർന്നു. ഇതിനിടയിലൊക്കെ പ്രതിസന്ധികളുണ്ടായി. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ രാത്രികാലം വരെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഓർപ്പിച്ച് പറയട്ടെ, ദൈവസന്നിധിയിൽ നാം വിശ്വസ്തയോട് പിൻപറ്റുന്നവരായി തീരണം. അടുത്തത് ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധികളിൽ നമുക്ക് വിടുതലുള്ളത് തരുന്ന ദൈവമാണ്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സംഭവമെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. 28-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായ്പയുടെയായി തീരുന്നത്. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമല്ലയോ? 4:28 നമ്മളിങ്ങനെ വായിക്കുന്നു. കൊടുങ്കാറ്റും തിരമാലയും ഹല്ലേലൂയ പടകിനെ മുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് തന്നെയാണ് പറഞ്ഞത് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവിനോടുകൂടി പടകിൽ ഇരിക്കുമ്പോൾ അമരത്ത് തലവെച്ച് ഉറങ്ങുന്നതായ കർത്താവായ യേശു ക്രിസ്തു. അപ്പോഴാണ് എങ്ങനെയെങ്കിലും കർത്താവിനെ നശിപ്പിക്കണം. ശത്രുവിന്റെ ആഗ്രഹം അത് മാത്രമാണ്. അവന്റെ ആരംഭം നമ്മൾ കാണുവാനായി തീരുന്നുണ്ട്. അത് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുവാനായി കർത്താവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതാണ് ശത്രുവിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. എന്നാൽ ആ പടകിൽ അവരെ കുറിച്ച് ശിഷ്യന്മാർ കൂടിയാൽ ഇവരെ സംഭവിക്കും എന്ന് മനസ്സിലായപ്പോൾ പടകിന് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ ഹല്ലേലൂയ ശാന്തമാക്കുവാൻ ഹല്ലേലൂയ
സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കാറ്റിനെ ശാസിച്ചു. കർത്തലോ അപ്പൊ ആശ്രയിക്കുന്നവർക്ക് പ്രതിസന്ധികളിൽ നമുക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ 4:28 അങ്ങനെയാണ് നമ്മൾ വായ്പടിയായി തീരുന്നത്. അപ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ അല്ല ഇന്നലേക്ക് അത് പറഞ്ഞ ദൈവാത്മാൻ പ്രസംഗിച്ച് കാണുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ ജീവിതമാണ് നമുക്ക് ഏറ്റവും അത് ആയിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ നാം കണക്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ കണക്ട് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ഭക്തനായ ഇയ്യോബാണ്. ഇയ്യോബ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ധനികനായ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു അനുഭവമുണ്ട്. തന്റെ ആട് നഷ്ടപ്പെട്ടു, തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ കുടുംബം നഷ്ടപ്പെട്ടു. അല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2-ാം അധ്യായം 10-ാം വാക്യം. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. 1-ന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തന്റെ മക്കളെല്ലാം തനിക്ക് നഷ്ടപ്പെട്ട ഒരു അനുഭവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തന്റെ മക്കള് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. 20-ാം വാക്യം താൻ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. 20-ാം വാക്യം. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ചുകൊണ്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിപ്പാനിടയായി തീരുന്നത് താൻ നഗ്നനായിരുന്നു. ഹല്ലേലൂയ. ആയിട്ടാണ് വന്നതെങ്കിൽ നഗ്നനായി മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെട്ടു. എത്ര ഉറപ്പാണ്. ഹല്ലേലൂയ. 2:10 നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ഹല്ലേലൂയ ഇയ്യോബിന്റെ ഭാര്യ. എല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. ഇയ്യോബിന്റെ ഭാര്യ എന്തുകൊണ്ടാണ് ഇയ്യോബിനോട് പറഞ്ഞത് നീ ഇപ്പോഴും നിന്റെ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്നു, ഉപേക്ഷിച്ച് ത്യജിച്ച് കളയെന്ന് പറയാൻ കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇനി ആശ്രയിപ്പാൻ ഒന്നുമില്ല അവർക്ക്. പ്രൈസ് ദി ലോർഡ്. സമ്പത്തില്ല. 10 മക്കളും നഷ്ടപ്പെട്ടു. തന്റെ ഭർത്താവ് ബലഹീനനായി രോഗിയായി തീർന്നിരിക്കുന്ന ഒരു ഭർത്താവ്. ഇനി ആശ്രയം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്നത് ഹല്ലേലൂയ 2 ലക്ഷം രൂപയുടെ കടം. കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഞാൻ കേട്ടത് ഹല്ലേലൂയ 2.5 ലക്ഷം രൂപയുടെ കടത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരുത്തിന് ആത്മഹത്യ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. 2 ബാങ്കിലെ 2.5 ലക്ഷം രൂപ അങ്ങോട്ട് കടം. ന്യൂസ് കേട്ടു. ഞാൻ ചിന്തിച്ചു, ദൈവമേ ഹല്ലേലൂയ എത്ര നിരാശനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇയ്യോബ് എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ താൻ മരിച്ചു കളയുവാൻ ഒരു പ്രേരണ തന്റെ ഭാര്യയെ കൊടുക്കും. കാരണം ഇനി ആശ്രയിക്കാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യനെ ആശ്രയിക്കാൻ യഹോവയിൽ ആശ്രയിക്കാൻ ശരിയാണ്. ഇയ്യോബ് വിശ്വസ്തനായി നിന്നു. ഹല്ലേലൂയ. സത്താനോട് ചോദിക്കുക എന്റെ ദാസന്റെ മേൽ ദൃഷ്ടി വെച്ചോന്നാ ചോദിക്കുന്നത്. അതൊക്കെ നമ്മൾ ചോദ്യം വരുന്നുണ്ട്. മുമ്പോട്ട് പോകണം. എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു. സമ്പത്ത് നഷ്ടപ്പെട്ടു. തന്റെ സഹോദരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. 3 സ്നേഹിതന്മാരുണ്ടായിരുന്നു, അവരും നഷ്ടപ്പെട്ടു. അവർ തന്നെ ഹല്ലേലൂയ പഴി പറയുന്നത് പള്ളു പറയുന്നത് എല്ലാം ശരിയാണ്. എന്നാൽ നമ്മുടെ ബൈബിൾ വായിക്കുന്നത് ഇയ്യോബ് ഇതിലൊന്നിലും എന്ത് ചെയ്തിട്ടില്ല? അതരം കൊണ്ട് ഇയ്യോബ് എന്ത് ചെയ്തിട്ടില്ല? പാപം ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. സകലം നഷ്ടമായപ്പോൾ അതരം കൊണ്ട് പാപം ചെയ്യാതെ ഹല്ലേലൂയ 42-ാം അധ്യായത്തിൽ 2-ാം വാക്യം എന്ന് വായിക്കും. 42-ാം അധ്യായം 2-ാം വാക്യമേ ഞാൻ വായിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കെല്ലാം 42-ാം വാക്യം. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകില്ല എന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ ഹല്ലേലൂയ നിന്റെ ഉറപ്പ് ഇവിടെ ആയിരിക്കട്ടെ. ഹല്ലേലൂയ. അല്പം പ്രതിസന്ധി നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിന്റെ ആശ്രയം ഹല്ലേലൂയ നിനക്ക് ഉറപ്പ് തന്ന ദൈവമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്നാൽ സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും. അപ്പോൾ ദൈവം നമ്മെ കഷ്ടത്തിൽ കൂടിയോ വേദനയിൽ കൂടിയോ കടത്തിൽ കൂടിയോ കടഭാരത്തിൽ കൂടിയോ ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ കൂടിയോ കൈപ്പേറിയ അനുഭവത്തിൽ കൂടിയോ ഹല്ലേലൂയ കടത്തി വിടുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഹല്ലേലൂയ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു വലിയ പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് ചെങ്കടൽ കടക്കേണ്ടി വന്നാൽ ചെങ്കടൽ കടക്കണം. പ്രൈസ് ദി ലോർഡ്. കൈപ്പേറിയ അനുഭവത്തിൽ കടക്കേണ്ടി വന്നാൽ കൈപ്പേറിയ അനുഭവത്തിൽ കടന്നു പോകണം. ഹല്ലേലൂയ. അങ്ങനെ പ്രതിസന്ധികൾ ഹല്ലേലൂയ പ്രതിസന്ധികൾ കഷ്ടത ഹല്ലേലൂയ എന്നെ ദൈവത്തിലെങ്കിലേക്ക് എന്ത് ചെയ്തു? അടുപ്പിക്കുവാൻ കാരണമായി തീരണം. പ്രൈസ് ദി ലോർഡ്. അകറ്റുകയല്ല ചെയ്യേണ്ടത്. ഇതിനെ വിളിച്ചിട്ട് ഞാൻ സഭാചാരത്തിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയത്തിന് മധ്യത്തിൽ ഹല്ലേലൂയ കുഞ്ഞ് തോറ്റുപോയി. പ്രൈസ് ദി ലോർഡ്. തോറ്റുപോയി കഴിഞ്ഞപ്പോൾ പ്രിയ അമ്മാമ പറഞ്ഞ വാക്ക്, ഞാനന്ന് അവരുടെ ശുശ്രൂഷനായിട്ടിരിക്കുകയാണ്, ഈ കുന്തത്തെ വിളിച്ചുകൊണ്ട് എന്തോ പ്രയോജനമാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയത്തിൽ ഹല്ലേലൂയ തന്റെ മോൾ സപ്ലിമെന്ററി ആയതിന്റെ പ്രതികാരം ദൈവത്തോട് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ നമ്മൾ എത്രയോ പ്രാവശ്യം
ഇസ്രായേലിനെ പോലെ പിറുപിറുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ, ഇതിലൊന്നിലും ഇയ്യോബ് ആദരം കൊണ്ട് പാപം ചെയ്യാതെ കർത്താവിൽ അവനെ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അവനെ ആശ്രയം വെച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് വായ്പഴയത് ഇങ്ങനെയാണ്, കർത്താവിൽ ആശ്രയിക്കുക മാത്രമല്ല, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമാകില്ല എന്ന് എന്ത് ചെയ്യുന്നു? ഇനി 9-ാം വാക്യം, അതിന്റെ 9-ാം വാക്യം. ഹല്ലേലൂയ. അങ്ങനെ തോമാന്യനായ എലീഫസും ശൂന്യനായ 9-ാം അതിന് മുമ്പിലത്തെ 10-ാം വാക്യം. സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ തന്റെ സ്ഥിതിക്ക് ഭേദം വരും. അപ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ഹല്ലേലൂയ, നമ്മളെ കൈപ്പേറിയ അനുഭവത്തിൽ നമ്മളെ ഹല്ലേലൂയ പ്രശ്നത്തിൽ ആക്കുന്നവരെയൊക്കെ ഓർത്ത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറഞ്ഞ പോലെ ഇയ്യോബ് ഇതിലൊക്കെയും എന്ത് ചെയ്തു? ഹല്ലേലൂയ, പാപം ചെയ്യാതെ ദൈവസ്ഥൽ എന്ത് ചെയ്തു? ഇയ്യോബ് പ്രാർത്ഥിപ്പാൻ കാരണമായി തീർന്നു. ദൈവത്തിന് അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 9-ാം വാക്യത്തിൽ ഒടുവിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, യഹോവ ഇയ്യോബിന്റെ മുഖത്തെ എന്ത് ചെയ്തു? ആദരിച്ചു. ഹല്ലേലൂയ. എന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളോടും പറയുന്നത്, നിങ്ങളുടെ ഹൃദയം വേദനിച്ചു പോകരുത്. അപ്പോൾ ആശ്രയിക്കുന്ന പ്രതിസന്ധികളിൽ ആശ്രയിക്കുന്ന ദൈവം ഹല്ലേലൂയ ഒരു ദൈവമായിരിക്കട്ടെ നമ്മുടെ. ഹല്ലേലൂയ. അവിടെ നമ്മുടെ ആദരിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അടുത്തത് എഫേസ്യരിലെ 3-ാം വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. ഹല്ലേലൂയ. ആശ്രയിക്കുന്ന ധൈര്യവും പ്രത്യാശയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടത് ഹല്ലേലൂയ ഒരു ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ധൈര്യവും. 3-ാം അത് നാം എല്ലാവരും വിശ്വസ്തനും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ. അപ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് നമുക്ക് എന്തുണ്ട്? ഹല്ലേലൂയ, ഒരു വലിയ ധൈര്യം. പൗലോസ് പറയുക അവന് മരണത്തിൽ പ്രത്യാശ. 2 കൊരിന്ത്യർ ലേഖനത്തെ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തില് ഹല്ലേലൂയ താൻ പറയുകയാണ്, മരണത്തിന്റെ താഴ്വരയോളം ഞങ്ങൾ എത്തി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 2 കൊരിന്ത്യർ 1-ാം അധ്യായം 8 മുതൽ വാക്യം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം. സഹോദരന്മാരെ ആസിയയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഞങ്ങള് ഭയപ്പെട്ടു. അത് ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ഒരു വലിയ മരണത്തിന്റെ അനുഭവത്തിലേക്ക് പൗലോസ് കടന്നുപോയി. താൻ പറയുകയാണ്. അത് പഠിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 44-ാം വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടേക്ക് മരണത്തിൽ മരിച്ചു പോകുമോ എന്തോലും പ്രതീക്ഷിച്ചു. അപ്പോൾ അവർ ആശ്രയം മുഴുവൻ എന്തിങ്ങോട്ട് വെച്ചു? മരണത്തെ ജയിച്ച കർത്താവിലേക്ക് അവർ ആശ്രയം വെപ്പാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരിച്ചു പോകുമോ എന്ന് പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ. വലിയ അനുഭവത്തിൽ തന്നെ കടന്നു പോയിട്ടുണ്ടല്ലോ. മരണത്തിൽ നിൽക്കുക. നമ്മൾ ഇസ്ക്യാവിനെ കുറിച്ച് നമ്മൾ ദൈവവചനം വായിക്കുക. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. എഴുതിയിട്ടുണ്ട്. ഇസ്ക്യാവ് 38-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന് യെശയ്യാവ് എന്ന് പറഞ്ഞിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ താൻ എന്ത് ചെയ്തു? മനുഷ്യമുഖത്തു നിന്ന് തന്റെ ആശ്രയം അല്ലെങ്കിൽ തന്റേതായ ദൃഷ്ടി ദൈവത്തിലേക്ക് തിരിച്ചു. ചുമരിനോട് ചേർന്ന് ഇനി മനുഷ്യമുഖത്തേക്ക് നോക്കിയാൽ അവർ നിരാശയുടെ വാക്കുകളെ പറയത്തുള്ളൂ. നീ തയ്യാറായിക്കോ, നിന്റെ കുടുംബ പ്രശ്നം തയ്യാറാക്കിക്കോ, നിനക്ക് ആർക്കാ വീതം എഴുതി കൊടുക്കേണ്ടത് തയ്യാറാക്കിക്കോ, അല്ലെങ്കിൽ നിന്റെ പ്രമാണം ആർക്കാ കൊടുക്കേണ്ടത്, സ്വത്ത് ആർക്കാ കൊടുക്കേണ്ടത്, ഇതൊക്കെ ഇവര് പറയത്തുള്ളൂ ഇങ്ങോട്ട് തിരിഞ്ഞാൽ. എന്നാൽ മുഖത്ത് നേരെ തിരിച്ച് കർത്താവിന് പറഞ്ഞു, കർത്താവേ ഞാൻ ഇന്നയോളം ഞാൻ നിന്റെ ഹല്ലേലൂയ പ്രവൃത്തി ചെയ്തു എന്ന് ഈ ജനം അറിയണം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെയാണ് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർപ്പിച്ചുണർത്തണം. ഹല്ലേലൂയ. നീ ആരായിരുന്നുവെന്ന്
ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം എന്റെ പ്ലാറ്റ്ഫോമിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിന്റെ മരണത്തിന്റെ നീക്കുപോക്കുകൾ തരുവാൻ നിനക്ക് കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്നവർ നിങ്ങൾ കിടക്കയിലായിരിക്കുന്നെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്നവർ നിങ്ങൾ രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ മുഖം, ഹല്ലേലൂയ, ഞങ്ങളുടെ മുഖത്തുനിന്ന് മാറ്റിക്കൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് തിരിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നിങ്ങൾക്ക്, ഹല്ലേലൂയ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വിടുതലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അനുഭവിക്കുന്ന വേദന, നിങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണോ, നിങ്ങൾ എഴുന്നേൽക്കാൻ കഴിയുന്നില്ലയോ, യേശുവിന്റെ നാമത്തിൽ അതിനെ നിങ്ങൾ ജയമെടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. ഇയ്യോബിനെ ആദരിച്ചില്ലേ? ഹല്ലേലൂയ. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ, ഹല്ലേലൂയ, വല്ലാത്ത പരുക്കുകാൽ ബാധിച്ച് ഗുണത്തിന്റെ പുഴുക്കൾ ഇറങ്ങുമ്പോൾ, ഹല്ലേലൂയ, അവന്റെ ആശ്രമം എങ്ങനെയാണ് പറഞ്ഞത്? ഒടുവിൽ, ഹല്ലേലൂയ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്റെ കർത്താവിനെ കാണും. ഹല്ലേലൂയ. ഞാൻ ഒടുവിൽ ഞാൻ നിൽക്കും, എന്റെ പ്രിയനെ ഞാൻ കാണും. എന്റെ കണ്ണുകൊണ്ട് തന്നെ, അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് കാണും എന്നുള്ള പ്രത്യാശയുടെ വാക്ക് പറയുവാൻ നമ്മൾ ഇരയാക്കട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ, ഇന്ന് ആരെങ്കിലും രോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ രോഗം നിങ്ങൾക്ക് ഡോക്ടർമാർ നിങ്ങൾക്ക് വിധിയിക്കപ്പെട്ടിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാണ്, ഇസ്കാവ് നോക്കിയ പോലെ ഒന്ന് നോക്കിക്കാട്, അവനെ ഒന്ന് ആശ്രയിച്ചാട്. അവനെ ആശ്രയിക്കുന്നവരെ ആദരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കെയർ ചെയ്യുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിൽ മരണത്തെ, ഹല്ലേലൂയ, മുഖാമുഖമായി കണ്ടവനാണ്. ഹല്ലേലൂയ. മരണം എന്റെ ജീവിതത്തിൽ ഡിക്ലെയർ ചെയ്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. ദൈവം എനിക്ക് സൗഖ്യം തന്നെ ഏൽപ്പിച്ചതാണ്. ഹല്ലേലൂയ. ലോകത്തിൽ, ഹല്ലേലൂയ, എന്റെ കർത്താവ് അല്ലാതെ ആരും എനിക്കില്ല. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യമായി എനിക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവിടെയൊക്കെ അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്റെ കർത്താവാണ് എനിക്ക് വലിയവനായ ദൈവം. ഇവിടെ ആശ്രയിക്കുന്നവരെ സഹായിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്കറിയാം, അടുത്തത് ദൈവത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, 2 രാജ്യങ്ങൾ 19:14 വാക്യത്തിൽ, ഹല്ലേലൂയ, നിന്റെ വിഷയങ്ങൾ ദൈവത്തെ ആശ്രയത്തെ ഏൽപ്പിച്ചാൽ നീ കരുതുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. സൻഗരീബിന്റെ 2 രാജാക്കന്മാരെ കുറിച്ച് 19-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത്. സൻഗരീബ്, ഹല്ലേലൂയ, ഇസ്കാവിന് വേണ്ടി 2 രാജാക്കന്മാർ 19-14-ാം വാക്യം, നിന്റെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി. ആ സംഭവം നിങ്ങൾ വീട്ടില് പോയിട്ട് വായിക്കണം. എന്നിട്ട് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ സൻഗരീബ് ഒരു കത്ത് കൊടുത്തു വിടുകയാണ്. അതിന് മുമ്പിൽ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ സൻഗരീബ് ഇസ്രായേലിനെ ഒത്തിരി നിരാശപ്പെടുന്നുണ്ട്. കാരണം നീ ആരിൽ ആശ്രയിക്കുന്നത്, ഏത് ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്കാവ് ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ വിടിപ്പാൻ കഴിയുമോ, ഇങ്ങനെ നിരാശപ്പെടുന്ന അനേക കാര്യങ്ങൾ പറഞ്ഞ് ജനത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഹല്ലേലൂയ. അങ്ങ് കംജോറാക്കി, അല്ലെങ്കിൽ ജനത്തെ അങ്ങ് വളരെ നിരാശപ്പെടുത്തി വെച്ചിട്ട് അവനൊരു കത്തുകൂടി കൊടുത്ത് ഇസ്കാവിന് വിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കത്ത് വായിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത്, ഇസ്കാവ് ആ കത്ത്, ഹല്ലേലൂയ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുത്തില്ല. പ്രൈസിലോ. മറ്റുള്ളവരെ അറിയിക്കാനും പോയില്ല, മന്ത്രിമാരോട് പറയാൻ പോയില്ല, അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരെ ഇങ്ങനെ അവനെ കത്തയച്ചിട്ടുള്ളതൊന്നും പറയാൻ പോയില്ല. ഓൾറെഡി ജനത്തിന്റെ ഹൃദയത്തിൽ നിരാശ ഉണ്ടാക്കി, നീ ഇസ്കാവിന്റെ ദൈവം, അല്ലെങ്കിൽ നിന്റെ രാജാവിന്റെ ദൈവം നിന്നെ വിടുവിക്കത്തൊന്നുമില്ല, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് പറഞ്ഞ് ജനത്തെ ഒരു സൈഡ് നിരാശപ്പെടുത്തി, വാക്കുകൾ കൂടി നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുകയായി എന്നിങ്ങനെയാണ് ആ കത്ത് തുറന്ന്, അല്ലെങ്കിൽ എവിടെ വെച്ചെന്നാ? ദൈവസന്നിധിയിൽ വെച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിപ്പാൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അവന്റെ ദേശത്തേക്ക് അവനെ തിരിച്ചയച്ച് അവനെ കൊന്ന ദൈവമാണ്. നമ്മുടെ വിഷയങ്ങൾ തുറന്ന് പറയുവാൻ നമുക്ക് തയ്യാറാകണം. ഞാനൊരു അനുഭവം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അനുഭവം കൂടി നിങ്ങൾക്ക് പറഞ്ഞ് വാക്കുകൂടെ അവസാനിക്കുന്ന സമയമായല്ലോ. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ മകന്റെ ഫീസ് അടയ്ക്കാനുള്ള സമയം വന്നു. അവന്റെ എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഫീസിന്റെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമിന് ഇരുത്തണമെന്നുണ്ടെങ്കിൽ 40,000 രൂപ ഫീസൂടെ ബാക്കി അടയ്ക്കുവാനായിട്ടുണ്ടാകും. ഞാൻ ബോംബെയിൽ ചെറിയ ചർച്ചിലിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്കന്തൊരു 400 രൂപ എടുക്കുവാൻ എൻ്റെ പക്കലില്ലാത്തൊരു അനുഭവം. രജിസ്റ്റർ കത്ത് വന്നു, മോനെ എക്സാമിന് ഇരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ലെറ്റർ ഇതിന്റെ പൈസ അടച്ചെങ്കിൽ മാത്രമേ എക്സാമിന് എടുത്തുള്ളൂ, ഫൈനൽ എക്സാമിന് എടുത്തുള്ളൂ. ഈ കത്ത് ഞാൻ വായിച്ചിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരിപ്പുണ്ട്, അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കത്ത് തുറന്ന് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്ത് ആ കത്ത് എന്ത് ചെയ്തു, ആ ദേവസന്നെ വെച്ചിട്ട് ഈ വാക്യം എടുത്ത് വായിച്ചു. കർത്താവ്, ഇസ്കാവ് അല്ലെങ്കിൽ അവന് വന്ന പ്രതിസന്ധിയുടെ കത്ത് തുറന്ന് നിന്റെ സന്നെ വെച്ച വലിയ കത്ത് നിന്റെ സന്നിൽ വെക്കുകയാണ്. ഇനി നീ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കുവാനുള്ള ക്രമീകരണം നീ ചെയ്തു തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിച്ച് ആ കത്ത് അവിടെ വെച്ച് ദൈവം തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. ആ കത്ത് ടേബിളിൽ, ഞാൻ പഠിക്കുന്ന ടേബിളിൽ തുറന്നു വെച്ചിട്ട് ഞാൻ എൻ്റെ അകത്തെ മുറിയിലേക്ക് പോയി. അകത്തെ മുറിയിലേക്ക് പെട്ടെന്ന് എനിക്ക് കുവൈറ്റിൽ നിന്നൊരു ഫോൺ വന്നു. അറിയത്തില്ലോ, ഫസ്റ്റ് മെയിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്കൊരു വിസ വന്നിരിക്കുകയാണ് 1 മാസത്തേക്ക് പ്രോഗ്രാമിന്.
അപ്പോൾ അവരുടെ പാസ്റ്ററെ കൊണ്ടുപോകണം, പറഞ്ഞല്ല ആദ്യം പാസ്റ്ററെ കൊണ്ടുപോകാം, എന്നിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരു മാസം എന്നെ കുവൈറ്റിലേക്ക് പോകാൻ ഞാൻ ഇവിടെ ആയിത്തീർന്നു. അങ്ങനെ കുവൈറ്റിൽ പോയി എനിക്ക് ദൈവം അവിടെ നല്ല പൈസ കുഞ്ഞിന് എൻ്റെ ഫീസ് അടയ്പ്പാരുടെ ആയിത്തീർന്നു. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ കരുതുന്ന ഒരു കർത്താവാണ്. എൻ്റെ വിഷയം ഇവിടെ ഒന്നും തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇനി 1 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരത്തില്ല. അപ്പോൾ ആശ്രയം ഹല്ലേലൂയ കർത്താവിലായിരിക്കട്ടെ. നാം ദൈവത്തിൽ ആശ്രയിക്കണം. ഇൻഡിവിജ്വലാണ് ആശ്രയം എന്ന് പറയുന്നത്. കുടുംബമായിട്ട് ആശ്രയിക്കുക അത് വേറെ വിഷയം. ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടാണ്. അത് ഒരു വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. 26 സങ്കീർത്തനം 1 വാക്യം, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. അങ്ങനെ അല്ലേ 26 സങ്കീർത്തനം 1 വാക്യം വായിക്കുന്നത്, യഹോവ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എന്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കും. ഇനി 62 സങ്കീർത്തനം 8 വാക്യം വായിക്കുന്നത്, ഞാൻ എന്റെ ഹൃദയം ദൈവസനിൽ പകരുന്നു. ഹല്ലേലൂയ. 62 സങ്കീർത്തനം 8 വാക്യം, ഞാൻ എല്ലാ കാലത്തും എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കും, എല്ലാ കാലം ഞാൻ അവനിൽ ആശ്രയിക്കും. 37 സങ്കീർത്തനം 5 വാക്യം, ഹല്ലേലൂയ, നിന്റെ വഴി യഹോവേ ഫലമേൽപ്പിക്കുക, അവന് തന്നെ അവനത് നിർവഹിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം വാക്യങ്ങളുണ്ട്, ഒരുപാട് വാക്യങ്ങളുണ്ടല്ലോ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. എന്നാ 125 സങ്കീർത്തനം 1 വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. 125 ഒരുപാട് കാര്യങ്ങൾ വിവരിച്ച് പറയാനായിട്ടുണ്ട്. ഹല്ലേലൂയ. സമയം കടന്നുപോയി എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. എന്നാൽ ദൈവസനിൽ ഹല്ലേലൂയ ആശ്രയിക്കും. ദൈവത്തിൽ 125 സങ്കീർത്തനം 1 വാക്യം, യഹോവയിൽ 125 സങ്കീർത്തനം 1 വാക്യം എഴുതിയിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. പ്രൈസ് ദി ലോർഡ്. എന്ത് പ്രതിസന്ധി വന്നാലും ഹല്ലേലൂയ ഒരു ദൈവവൈതൽ യഹോവയിൽ ആശ്രയിക്കുന്നവന് യാതൊരു കുലുക്കവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൊല്ലുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്നെ എനിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇന്ന ദിവസം നിനക്ക് കൊല്ലും. എനിക്കൊരു ഭയം ഉണ്ടായിട്ടില്ല. ഇന്ന സ്ഥലത്തിട്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു ഭയം ഉണ്ടായിട്ടില്ല. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആദിവാസികളുടെ വില്ലേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂടെ മലയാളി ചർച്ച 2 ചർച്ചകൾ മാത്രമേ ഉള്ളൂ. മലയാളികളുള്ള ചർച്ച, ബാക്കി എല്ലാം ഹിന്ദിക്കാരുടെ ചർച്ചകളാണ്. അല്ലെങ്കിൽ ഇവരെല്ലാം ഈ ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ കിലോമീറ്ററുകൾ 8 മണിക്കൂർ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ യാതൊരു ഭയവുമില്ല. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകും. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. 112 സങ്കീർത്തനം വായിക്കുന്നു, മനുഷ്യനെ ആശ്രയത്തിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാർ ആശ്രയത്തിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേട്ട എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് പരിസ്ഥിതിയിൽ കടന്നു പോകുന്നു, നിങ്ങളെ കരുതുന്നൊരു കർത്താവുണ്ട്. നീ അവനിലാണോ ആശ്രയിച്ചത്? നിന്നെ അവനെ കരുതി നിന്നെ ഇളകാതെ യഹോവയിൽ ആശ്രയിപ്പാനിടയാതെ എന്ത് പ്രശ്നം വന്നാലും ഹല്ലേലൂയ നിന്റെ ഉറപ്പ് അടിസ്ഥാനം ഏതായിക്കട്ടെ. അവർ ലെബാനോനിലെ ദേവദാരു പോലെ വളരും എന്ന് ദൈവം ഞാൻ വായിക്കുന്നുവെങ്കിൽ അങ്ങനെ നീ ഉറപ്പേറി ആഴത്തിലേക്ക് നിന്റെ വേരൂന്നി വളരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇതായിരിക്കും അവസരം ഒരുക്കി തന്ന ദേവദാസൻ ഹല്ലേലൂയ ബെൻസൺ ധാന്യങ്ങളോടും പ്രാർത്ഥന ധ്വനി ഹല്ലേലൂയ എല്ലാ സഹപാഠികളോടും ദൈവിക നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2 വിഷയങ്ങളോട് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. സിസ്റ്റർ ഷീബ ബ്ലഡ് ഷുഗർ കൂടിയിട്ട് ഒരു ഞരമ്പ് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. തന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. തന്റെ ഭർത്താവും താൻ കിടക്കയിലാണ്. ഹല്ലേലൂയ. ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എറണാകുളത്ത് ഹാബേൽ മോൻ 5 വയസ്സ് തന്റെ ഹാർട്ടിൽ ഹോൾ ഉണ്ടായിട്ട് ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിറ്റ് ആയിരിക്കുന്നു. ആ കുഞ്ഞിന്റെ വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. ദൂരെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കൂടി നമ്മൾ ആയിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. 1000-10,000 വിടുതൽ കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആധുനിക ഇന്ന് രാത്രികാലം നമുക്കും ഹല്ലേലൂയ ആ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിൽ വഹിച്ച് പ്രാർത്ഥിക്കാം. ആ ഷീബ സിസ്റ്റർ കർത്താവിന്റെ കരങ്ങളിലേക്ക് വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പൊട്ടിയതിനു ശേഷമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ഹല്ലേലൂയ. തന്റെ ഭർത്താവ് ക്ഷീണിതനായി കിടക്കയിലായിരിക്കുകയാണ്. കണ്ണു നിർത്തുമ്പോൾ മനസ്സരിയുന്നതിനായ ദൈവം ഇന്ന് രാത്രികാല ദൈവവചനം കേട്ട പോലെ ഹല്ലേലൂയ മരണത്തിന് വിടിവിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പ്രിയ ഷീബാ സഹോദരി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഹല്ലേലൂയ ലോകമെമ്പാടുള്ള സകല ദൈവങ്ങളെ ഒന്നിച്ചു കർത്താവേ ഞങ്ങൾ ആ പ്രിയ സഹോദരന്റെ വിഷയത്തിന്മേൽ ഞങ്ങൾ വിടുതൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിന്മേലൊരു വിടുതൽ കർത്താവ് കൊടുത്താണ്. ഹാബേൽ മോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 5 വയസ്സുള്ള കുഞ്ഞാണ് കർത്താവേ. ഹല്ലേലൂയ. ഒരു ഓപ്പറേഷൻ വിധേയമാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹാർട്ടിന്റെ വാൽവിനെ നിർമ്മിച്ചവൻ
ചമച്ചവൻ, രൂപം തന്നവൻ, ഹല്ലേലൂയ. അതിനെ ഒരു ഓപ്പറേഷൻ കൂടാതെ അടച്ച്, ഹല്ലേലൂയ, അവന്റെ ആദ്യ പ്രശ്നങ്ങൾ അല്ല നോർമലാക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമല്ലോ. യേശുവിന്റെ നാമത്തിൽ രാത്രികാലം ആ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരു വിടുതൽ കൽപ്പിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ നൽകുന്നു. എന്റെ ശബ്ദം കേട്ടതായ ദൈവമക്കൾക്കായി, കുലോകം സകല ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. ക്രൂളായി സംസാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായി ക്ഷമിക്കണമേ. കേട്ട വചനം ജനത്തിന് അനുഗ്രഹത്തിന് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കട്ടെ കർത്താവ്, കരുതുന്ന കർത്താവിന്റെ കരങ്ങളിൽ. ഹല്ലേലൂയ. അധികാലം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അവസരം തന്ന ഹല്ലേലൂയ പ്രാർത്ഥനാ ധ്വനി കർത്താവിന്റെ ദാസൻ ബെൻസൻ തന്നെ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഇനി അനേക കാര്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ, അനേക കാര്യങ്ങൾ ഇതിലേക്ക് ജോലി ചെയ്യുവാൻ സ്വർഗ്ഗമിതിദാസനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ധ്വനിയെ ആ പ്രവർത്തനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുലമസാല വിശുദ്ധന്മാരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച ആ ദൈവശബ്ദം കേട്ട സകല ദൈവമക്കളോടും രോഗികളായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവിന്റെ വരവോളം കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. Thank you. God bless you all.